വിജയം നേടുന്ന വിദ്യാർത്ഥികൾക്ക് സമൂഹത്തിൽ നിന്നും ലഭിക്കുന്ന ആദരവുകളും അംഗീകാരങ്ങളും വെറും ചടങ്ങുകളല്ലെന്നും മറിച്ച് അത് നാടിനെ ഈ കുട്ടികളിലുള്ള വലിയ പ്രതീക്ഷകളുടെ പ്രതിഫലനമാണെന്നും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് അംഗീകാരം എന്ന നിലയിൽ ഒരു ഉപഹാരങ്ങൾ നൽകി നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളൊപ്പം തന്നെ മറ്റു കുട്ടികളും എല്ലാവർക്കും A+ നേടാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ഇതിനോടനുബന്ധിച്ച് തന്നെ നല്ല മിടുക്കരായി പഠിച്ചു വന്ന കുട്ടികളുണ്ട്. അവരുമൊക്കെ പ്രോത്സാഹനം അർഹിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ ആ കുട്ടികളെ നിങ്ങളെല്ലാവരെയും ചേർത്ത് നിർത്തുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി ഇതിന്റെ ഇവിടെ നടത്തുന്നത്. ഈ അവാർഡുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതയാത്രയിൽ ഒരു വലിയ അംഗീകാരവും നിങ്ങളുടെ ഇനിയുള്ള പ്രയത്നങ്ങൾക്ക് അത് ചെയ്യുവാനുള്ള ഒരു പ്രോത്സാഹനവുമായി മാറുമെന്ന് ഞാൻ കരുതുകയാണ്. ഉന്നത വിജയം നേടുന്ന വിദ്യാർത്ഥികൾക്ക് സമൂഹത്തിൽ നിന്നും ലഭിക്കുന്ന ആദരവുകളും അംഗീകാരങ്ങളും വെറും ചടങ്ങുകളല്ലെന്നും മറിച്ച് അത് നാടിനെ ഈ കുട്ടികളിലുള്ള വലിയ പ്രതീക്ഷകളുടെ പ്രതിഫലനമാണെന്നും മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഉയർന്ന മാർക്കോടെ മികച്ച വിജയം നേടുന്നവരെ വേദിയിൽ ആദരിക്കുന്നത് അവരോടൊപ്പം പഠിക്കുന്ന മറ്റു കുട്ടികൾക്കും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള വലിയൊരു പ്രേരണയായി മാറുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നാളെയുടെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളെ സമൂഹത്തോട് ചേർത്തു നിർത്തുന്നതിന്റെയും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെയും ഭാഗമായാണ് ഇത്തരം അനുമോദനങ്ങൾ സംഘടിപ്പിക്കുന്നതെന്നും വേദിയിൽ നിന്നും ലഭിക്കുന്ന ട്രോഫികൾ വീടുകളിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ അത് വെറുമൊരു അലങ്കാര വസ്തുവല്ലെന്നും സമൂഹത്തിന് അവരിലുള്ള പ്രതീക്ഷയുടെയും അവർ നൽകിയ അംഗീകാരത്തിന്റെയും നിരന്തരമായ ഓർമ്മപ്പെടുത്തലായി മാറുമെന്ന് അദ്ദേഹം വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു. ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KG ഷിബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സാഹസികമായി കള്ളനെ പിടികൂടിയ റിട്ടയർഡ് കായിക അധ്യാപകനായ ജോസി വർഗീസിനെ അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിനി ജിജോയ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡിൻസി ജോയ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആന്റോ അഗസ്റ്റിൻ, ജിൻസി സജിമോൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് നാണുക്കുട്ടൻ, മോളി എബ്രഹാം, സിജി പീറ്റർ, റോസ്ലി സാബു, ഡോജിൻ ജോൺ, ജോയ്സ് മാമ്പിള്ളിൽ, മോളി ആന്റണി, മാജി സന്തോഷ്, മത്തായി കുഞ്ഞ്, LC ടോമി, PV സാജു, കുട്ടികളുടെ രക്ഷിതാക്കൾ, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. ഇനി ജയിക്കാൻ 3 ബോളിൽ 18 റണ്ണാണ് വേണ്ടത്. 3 balls 18 runs. ചേട്ടാ കണക്ട് ആവണേ. ന്യൂ മാൻ ബേസിൽ ഓൺ സ്ട്രൈക്ക്. ബേസിലിന് കണക്ട് ആവോ ഇല്ലയോ എന്ന് നോക്കാം. Oh, that's a 6. അതൊരു കിടിലൻ ഷോട്ട്. ഉഗ്രൻ കണക്ഷൻ. That's another 6. Last ball 6 runs. Is that a 6? Yes, it's a 6. Yeah. കേരള വിഷൻ കണക്ട് ആൻഡ് വിൻ. നേടൂ EV സ്കൂട്ടറുകൾ, സ്മാർട്ട് TVകൾ, ബമ്പർ സമ്മാനമായി EV കാർ തുടങ്ങി 2 കോടിയുടെ സമ്മാനങ്ങൾ. കണക്ട് ചെയ്താൽ ജയമുറപ്പ്.